السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ റമളാൻ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഏതൊരു ഇബാദത്തിന്റെയും അവസാനം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. റമളാൻ കഴിഞ്ഞു, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം ഇസ്തിഗ്ഫാറുകൾ, പാപമോചനം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. മഹാനായ രണ്ടാം ഉമർ എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഉമവി ഭരണകാലഘട്ടത്തിലെ ധീരനായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് റമളാൻ കഴിഞ്ഞാല് തന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ഗവർണർമാർക്ക് അദ്ദേഹം കത്ത് എഴുതുമായിരുന്നു. കത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച വാചകങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ പ്രജകളോട്, നാട്ടിലുള്ള ജനങ്ങളോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയണം. ധാരാളമായി കൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ നിങ്ങൾ പ്രേരിപ്പിക്കണം. അവര് റമളാനിൽ ചെയ്ത അമലുകളിലെ വീഴ്ചകൾ വിട്ടു ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാകുമെന്ന രൂപത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് അദ്ദേഹം റമളാനിന് ശേഷം തന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ഗവർണർമാർക്ക് കത്തെഴുതുമായിരുന്നു. എന്നാൽ ആ കത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്ന ചില വാചകങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്ന ചില വാചകങ്ങളൊക്കെ അതിൽ അദ്ദേഹം ചേർക്കുമായിരുന്നു. അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടും അദ്ദേഹം അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു വ്യക്തമായ നിർദ്ദേശം നൽകി, സ്വർഗത്തിലെ എല്ലാ സുഖാനുഭൂതികളും നിങ്ങൾക്ക് അനുഭവിക്കാം ഒന്നൊഴികെ, ആ മരത്തിലെ ഫലങ്ങൾ ഒഴികെ ബാക്കിയുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ വ്യക്തമായി അള്ളാഹു ആദ്യം തന്നെ ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പറഞ്ഞു കൊടുത്തിട്ടും ആദം നബിക്ക് എന്ത് സംഭവിച്ചു? അബദ്ധം സംഭവിച്ചു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും, വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു ആദം നബിയോട് ഈ വിഷയം പറയുന്നത്. വെള്ളിയാഴ്ച അസറിന്റെ സമയത്തായിരുന്നു ആദം നബിക്ക് ഈ നിർദ്ദേശം നൽകിയത്. മഗ്രിബിന്റെ സമയമായപ്പോഴേക്കും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് മറന്നു. എന്നിട്ട് ആദം നബിയും ഹവ്വ ബീവിയും ആ ഫലം കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു തെറ്റ് സംഭവിച്ചപ്പോ അവര് ചെയ്യണത് എന്താണ്? അവര് പറയുന്ന വാക്ക് സൂറത്ത് അഅറാഫിന്റെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അക്രമം ചെയ്തിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൽമ സംഭവിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും റബ്ബേ. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്നറിയോ? അബദ്ധം സംഭവിച്ചപ്പോ അപ്പൊ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ നടത്തി. അബദ്ധം സംഭവിച്ചു, ഒരു തെറ്റ് സംഭവിച്ചപ്പോ അപ്പോൾ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്തപ്പോഴോ ഇവിടെ പണ്ഡിതന്മാര് പറയാണ്, ഒരു അബദ്ധത്തിന് ശേഷം ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഒരു തെറ്റ് സംഭവിച്ചു, ഒരു ഹറാം സംഭവിച്ചു, ആ ഹറാമിന് ശേഷം ഒരാൾ തൗബ ചെയ്താൽ, എങ്ങനെ തൗബ? ആത്മാർത്ഥമായി, മറ്റുള്ളവരെ കാണിക്കാനുള്ള തൗബയല്ല, ആത്മാർത്ഥമായി മനസ്സൊരുക്കിക്കൊണ്ട് ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടും, എന്നിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്ത് ആലി ഇംറാന്റെ 33-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ അസ്തഫാ ആദം. ആദം നബി അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കാണ്, ഒരു അബദ്ധത്തിന് ശേഷം ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, ഒരു തൗബ ചെയ്താൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. അല്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയുടെ 82-ാമത്തെ ആയത്തിൽ പറയാണ്, വല്ലദീ അത്അമു അയ്യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എന്റെ അബദ്ധങ്ങൾ, എന്റെ തെറ്റുകൾ റബ്ബ് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തെറ്റ് സംഭവിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് എന്ത് ചെയ്യാണ്? തൗബ ചെയ്യാണ്, ഇസ്തിഗ്ഫാർ നടത്താണ്. അങ്ങനെ തൗബ ചെയ്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചു, ഇബ്രാഹിം എന്റെ ഖലീലാണ്. അതേപോലെ തന്നെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നിശ്ചിത പ്രായത്തിയപ്പോ, ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും 40-ാമത്തെ വയസ്സെത്തി. 40-ാമത്തെ വയസ്സിൽ അള്ളാഹു ഇൽമും ഹിക്മത്തും നൽകി. അങ്ങനെ ആ ഒരു സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, വദഖലൽ മദീന, മദീനയിലേക്ക് പ്രവേശിച്ചു. ആ മദീനയിലേക്ക് പ്രവേശിച്ച സമയത്ത് രണ്ടാളുകൾ പരസ്പരം ശണ്ട കൂടുകയാണ്. അതിൽ ഒരാളെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടിച്ചു, അയാൾ മരണപ്പെട്ടു. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. ഈ സംഭവത്തെ കുറിച്ച് മൂസാ നബി പറയാണ്, ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവർത്തനാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ കൊണ്ട് ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ സമയത്ത് മൂസാ നബി പറഞ്ഞൊരു വാക്കാണ്, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ. റബ്ബേ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽമ പ്രവർത്തിച്ചു. റബ്ബേ, എനിക്ക് എന്ത് ചെയ്ത്? പുറത്തുതാ. റബ്ബേ, എനിക്ക് പുറത്തുതാ. അപ്പോ ആ ഒരു അബദ്ധം സംഭവിച്ച സമയത്ത് അപ്പൊ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാർ നടത്തി. ആ ഇസ്തിഗ്ഫാർ നടത്തിയപ്പോൾ മൂസാ നബിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുക്കണത്? മുമ്പിൽ ചെങ്കടലും പുറകിൽ ഫിറൗനിന്റെ സൈന്യവും. അത്ഭുതകരമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് തിരിച്ചു വരുന്ന സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി കൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അബദ്ധം സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. കുല്ലു ബനി ആദമ ഖതാഉൻ. ആദം സന്തതികൾ എല്ലാ ആളുകളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്.
അപ്പൊ ആ ഒരു അബദ്ധത്തിന് ശേഷം ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ ചെയ്താൽ അള്ളാഹു ആ മനുഷ്യനെ തെരഞ്ഞെടുക്കും. അല്ലേ? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാതെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു പോവുകയാണ്. പ്രവാചകന്മാര് അവരുടെ നാട് വിട്ടു പോകണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം ലഭിക്കണം. അപ്പൊ ഒരുപാട് കാലം ജനങ്ങളോട് ദഅവത്ത് ചെയ്തിട്ടും ഒരാളും സ്വീകരിക്കണില്ല. അതിൽ മനംനൊന്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടുപോയി. അവസാനം അദ്ദേഹത്തിന് കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടപ്പോ യൂനുസ് നബിയുടെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. തെറ്റ് സമ്മതിക്കാണ്, ഇസ്തിഗ്ഫാർ നടത്താണ്. ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീടുള്ള ചരിത്രം എന്താണ്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട് വീണ്ടും വന്ന് ജനങ്ങളോട് ദഅവത്ത് നടത്തി, ആളുകളൊക്കെ സ്വീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പദവികൾ ഉയർത്തി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു അബദ്ധത്തിന് ശേഷം ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അയാൾ അള്ളാഹു തെരഞ്ഞെടുക്കും. എന്തിനേറെ, ഇപ്പൊ നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും സലാം കിട്ടിയാൽ ആദ്യം പറയാൻ പഠിപ്പിച്ചത് എന്താ? അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണ്. ഒരു ഹറാമ് ചെയ്തിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇരിക്കുന്നത്? അല്ല, നമസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ആ സൂറത്തിൽ എന്താണ്? ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നത് നീ കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അല്ലാഹുവിനെ സ്തുതിക്ക്, റബ്ബിന് ഇസ്തിഗ്ഫാർ നടത്ത്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരിക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണോ? അല്ല, അത് ഇസ്ലാമിന്റെ മേന്മയാണ്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് നീ കണ്ടാൽ റബ്ബിനെ തസ്ബീഹ് നടത്ത്, ഇസ്തിഗ്ഫാർ ചൊല്ല് എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, ഏതൊരു ഇബാദത്തിന്റെയും അവസാനത്തിൽ വേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ഏതൊരു ആരാധന കർമ്മത്തിന്റെയും അവസാനത്തിൽ വേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ റമളാൻ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 30 നോമ്പെടുത്ത ആളുകളാണ് നമ്മൾ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ സകാത്ത് കൊടുത്തിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തു, കഴിവിന്റെ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ ഒരു പ്രവർത്തനത്തിലെ പോരായ്മകൾ പുറത്തു കിട്ടാൻ വേണ്ടി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ധാരാളമായി നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. കാരണം ഫഇന്നകും ലാ തദറൂന മതാ തൻസിലുർ റഹ്മ. എപ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിൽ ഇറങ്ങുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സമയം അയാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് എങ്ങാനും ഇറങ്ങിയാൽ അയാളുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടാകണം അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ ഒരു ഉമ്മത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ അല്ലാഹു പൂർണ്ണമായും നശിപ്പിക്കൂല. 2 കാര്യങ്ങൾ ഒരു ഉമ്മത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ പൂർണ്ണമായും അല്ലാഹു നശിപ്പിക്കൂല. ഒന്ന്, ആ ഒരു സമൂഹത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ ഒന്നടങ്കമായി അല്ലാഹു നശിപ്പിക്കൂല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തിഗ്ഫാർ പറയുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെയും അല്ലാഹു പൂർണ്ണമായും നശിപ്പിക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് റസൂലുള്ളാഹിന്റെ മയ്യത്ത് മദീനത്ത് ഇങ്ങനെ സ്വഹാബത്ത് കടത്തിയ സമയത്താണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്, സ്വഹാബ, നമുക്ക് 2 അമ്മുണ്ടായിരുന്നു, 2 നിർഭയത്ത് ഉണ്ടായിരുന്നു. അതിലൊരു നിർഭയത്ത് നമ്മൾ ഇന്ന് പോയി, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഇനി ആകളുടെ അമ്മിന്, ആകളുടെ നിർഭയത്ത് എന്താണ്? ഇസ്തിഗ്ഫാറാണ്. അത് മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, ഞാൻ ഒരു ദിവസത്തിൽ 70-ൽ കൂടുതൽ തവണ, മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും 100-ൽ കൂടുതൽ തവണ ഞാൻ ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. പാപമുക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100-ൽ കൂടുതൽ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെങ്കിൽ
തെറ്റുകളിൽ ജീവിക്കുന്ന പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എത്ര ഇസ്തിഗ്ഫാർ പറയണം? പക്ഷെ നമ്മൾ ആകെ പറഞ്ഞത് എത്ര? നമസ്കാരത്തിന് ശേഷം ഒരു യാന്ത്രികമായി 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറയുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പോ റമളാനിൽ കഴിഞ്ഞ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഏതൊരു ഇബാദത്തിന്റെയും അവസാനത്തിൽ വേണ്ടത് ഇസ്തിഗ്ഫാറാണ്. രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ എന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട പണ്ഡിതൻ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹം ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുൻഗാമികളായ ആളുകളുടെ രീതിയായിരുന്നു റമളാന് കഴിഞ്ഞാൽ പിന്നീടുള്ള 6 മാസങ്ങൾ അവര് റമളാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുവേ എന്റെ നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ നിസ്കാരം സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താണ്? നമ്മളൊക്കെ ചെയ്തു, എല്ലാം റെഡിയാണ്, റബ്ബ് സ്വീകരിച്ചു, ഇല്ലേ? ഇപ്പൊ മഗ്‌രിബ് നമ്മൾ നമസ്കരിച്ചില്ലേ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ്? എന്റെ മഗ്‌രിബ് ഓക്കെയാണ്, എന്റെ മഗ്‌രിബ് റബ്ബ് സ്വീകരിച്ചു എന്നുള്ളതാണ്. ആരാ പറഞ്ഞത്? ഒരു ഉറപ്പ് നമുക്ക് റബ്ബ് നൽകിയിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാരുടെ സ്വഭാവമാണ് റമളാന് കഴിഞ്ഞാൽ റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പിന്നീടുള്ള 6 മാസങ്ങൾ അവരതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് റമളാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കാണ്, റമളാനിൽ ചെയ്ത നന്മകൾ വീണ്ടും തുടർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കാണ്, റസൂലേ അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ്? റസൂലുള്ളാഹിന്റെ മറുപടി അതുവമുഹാ വഇൻഖല്ല, കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം, അല്ലേ? നമ്മൾ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചു, രാത്രി ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി രാത്രി നിസ്കാരങ്ങൾ, അല്ലേ? തഹജ്ജുദ് എണീറ്റുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് 1 അല്ലെങ്കിൽ 3 5 ഒരു റക്അത്ത് നിസ്കരിക്കാൻ കഴിയണം. അതേപോലെ തന്നെ റമളാനിൽ നമ്മൾ നോമ്പ് നോക്കിയിട്ടുണ്ട്, അല്ലേ? ഈ ശവ്വാലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ റമളാനിൽ 30 നോമ്പ് പൂർത്തീകരിച്ചുകൊണ്ട് ശവ്വാലിൽ 6 നോമ്പെടുത്താൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥമായി ചിന്തിക്കുക, നമുക്ക് എത്ര പേർക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? തുടങ്ങാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പ്രവർത്തനങ്ങൾ അവസാനിക്കണില്ല. ദാനധർമ്മങ്ങളാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും അതൊക്കെ റമളാനിന് ശേഷം നമുക്ക് ചെയ്യാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം കുറെ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും സ്ഥിരമായി തുടർത്തി ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും നമ്മുടെ വിഷയം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിന്റെ 18ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വൻ തഉദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങളായ ആളുകൾ പറയാണ്, മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് ഈ ആയത്ത് മാത്രം ഓതിക്കൊണ്ട് കരയുമായിരുന്നു എന്നുള്ളതാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കാലം മുതൽ ഈ സമയം എന്റെ മുമ്പിൽ നിങ്ങൾ ഈ ഇരിക്കുന്നത് വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകി. പക്ഷെ ആ ഒരു അനുഗ്രഹങ്ങൾക്ക് തിരിച്ചു നന്ദി കാണിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. അതുകൊണ്ട് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നുള്ളതാണ്. നമുക്ക് ഇസ്ലാം മതം നൽകി എന്നുള്ളതാണ്. സലഫി ആദർശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെ? അതിന് നന്ദി കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അത് നമ്മൾ എല്ലാ ആളുകളും പറയുമ്പോൾ എന്ത് വേണം? സബ്ബിത് ഖുലൂബനാ അലാ ദീനി. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ? അല്ലാഹു ഹിദായത്ത്
സമ്പത്ത് നോക്കിയിട്ടോ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടോ ഒരു മനുഷ്യന്റെ സൗന്ദര്യം നോക്കിയിട്ടോ അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. ഒരു മനുഷ്യന്റെ സമ്പത്ത്, ധാരാളം സമ്പത്തുള്ളവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുമായിരുന്നെങ്കിൽ ഹിദായത്ത് കൊടുക്കേണ്ടത് കാറൂനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഹു ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. വലിയ ശക്തന്മാരായ സംഘത്തിന് വഹിക്കാൻ തക്കവണ്ണമുള്ള സമ്പത്ത് അള്ളാഹു കാറൂനിന് കൊടുത്തിട്ടുണ്ട്. ആയത്തിൽ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, 70 ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു കാറൂനിന്റെ ഖജനാവിന്റെ താക്കോല് വഹിക്കാൻ. സമ്പത്ത് വഹിക്കാനല്ല കേട്ടോ, സമ്പത്ത് വഹിക്കാനല്ല, സമ്പത്ത് മുഴുവനും ഖജനാവിൽ കൂട്ടിയിട്ട് അതിന്റെ താക്കോൽ വഹിക്കാൻ 70 ഒട്ടകക്കൂട്ടങ്ങൾ. പക്ഷേ ആ അത്രത്തോളം വലിയ ധനാഢ്യനായ കാറൂനിനെ അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ സമ്പത്ത് നോക്കിയിട്ട് തീയില്ല, അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. ഇനി സൗന്ദര്യമുള്ള ആളുകൾക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുമായിരുന്നെങ്കിൽ ഹിദായത്ത് കിട്ടേണ്ടത് അബൂലഹബിനാണ്. പണ്ഡിതന്മാര് പറയാണ്, അബൂലഹബിന്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നുള്ളതാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് അയാളുടെ യഥാർത്ഥ നാമം. പിന്നെ അബൂലഹബ് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? അറബി ഭാഷയിൽ ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല, തിളക്കം എന്നൊക്കെയാണ്. നല്ല ഭംഗിയായിരുന്നു അബൂലഹബിനെ കാണാൻ. അതുകൊണ്ടാണ് ജ്വാലയുടെ പിതാവ്, തിളക്കത്തിന്റെ പിതാവ് എന്ന സ്ഥാനപ്പേര് അയാൾക്ക് ലഭിച്ചത്. ഇങ്ങനെയുള്ള അബൂലഹബിന് എന്ത് ലഭിച്ചിട്ടില്ല? ഹിദായത്ത് ലഭിച്ചിട്ടില്ല. അല്ലാഹു സൂറത്ത് മസദിൽ അബൂലഹബിനെ കുറിച്ച് പറഞ്ഞത് എന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരുകരങ്ങൾ നശിക്കട്ടെ, അവൻ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ സൗന്ദര്യം നോക്കിയിട്ടോ സമ്പത്ത് നോക്കിയിട്ടോ അള്ളാഹു എന്ത് ചെയ്യില്ല? ഹിദായത്ത് കൊടുക്കൂല. ഇനി സ്ഥാനമാനങ്ങളുള്ള ആളുകൾക്കാണ് ഹിദായത്ത് ലഭിക്കുമായിരുന്നെങ്കിൽ ഹിദായത്ത് ലഭിക്കേണ്ടത് നൂഹ് നബിന്റെയും ലൂത്ത് നബിന്റെയും ഭാര്യമാർക്കാണ്. അവർക്കും ലഭിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനാണ്. അള്ളാഹു പറയാണ്, ഇബ്രാഹിം എന്റെ ഖലീലാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അല്ല പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ ഖലീലാണെന്ന്. ഇബ്രാഹിം നബി അല്ല പറഞ്ഞത്. അള്ളാഹു പറയാണ്, ഇബ്രാഹിമിനെ എന്റെ ഖലീലായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അറബി ഭാഷയിൽ ഖലീൽ എന്ന് പറഞ്ഞാലും ഹബീബ് എന്ന് പറഞ്ഞാലും സ്വദീഖ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ അർത്ഥമാണ്. പക്ഷെ ഖലീൽ എന്തുണ്ട്? കുറച്ച് വ്യത്യസ്തത ഉണ്ട്. എല്ലാം നോക്കുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതി. അള്ളാഹു പറഞ്ഞ ഒരു പ്രയോഗം പോലും എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിന്റെ പിതാവിന് പോലും ലഭിക്കാത്ത ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകിയത്. പക്ഷെ അതിന് നന്ദി കാണിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലെങ്കിൽ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ തെറ്റിക്കല്ല റബ്ബേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നെല്ലാം പ്രാർത്ഥനകളുണ്ട്. പക്ഷെ എന്തേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല? അപ്പോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മുസ്ലിങ്ങളാക്കി എന്നുള്ളതാണ്. അതേപോലെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരം എന്നുള്ളത്. നമ്മുടെ ശരീരം എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെ പല ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അതൊന്നും കണ്ടറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന്റെ ശരീരം മാത്രം നോക്കിയാൽ മതി. ഒരാൾ എത്ര സുജൂദ് ചെയ്താലും മതിയാകില്ല. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂന്റെ 78ാമത്തെ ആയത്തിൽ പറയാണ്, വഹുവല്ലദീ അൻശഅ ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും നിങ്ങളിൽ അധികം ആളുകൾ എന്ത് ചെയ്യുന്നില്ല? റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കേൾവിയും കാഴ്ചയും എന്ന് പറഞ്ഞ 5ഓളം സ്ഥലങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഇങ്ങനെ കേൾവിയും കാഴ്ചയും പറയുമ്പോൾ അള്ളാഹ് എല്ലാ സമയത്തും പറഞ്ഞത് കേൾവിയാണ് മുന്തിച്ചത്. ശ്രദ്ധിക്കണേ, അള്ളാഹു കേൾവിയും കാഴ്ചയും പറയുമ്പോൾ അള്ളാഹു മുന്തിച്ച വിഷയം കേൾവിയാണ്, കാഴ്ചയല്ല ആദ്യം മുന്തിച്ചത്. എപ്പോഴും പറയുമ്പോൾ അള്ളാഹു പറയാണ്, വഹുവല്ലദീ അൻശഅ ലകുമുസ് സമഅ വൽ അബ്സാറ. കാഴ്ചയേക്കാൾ അള്ളാഹു മുന്തിപ്പിച്ചത് എന്താണ്? കേൾവിയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ അൽ-ബിസ്തി റഹ്മഹുല്ലാഹ് പറയാണ്, അള്ളാഹു മനുഷ്യനെ കേൾക്കാൻ 2 അവയവമാണ് നൽകിയത്. കേൾക്കാൻ 2 അവയവം നൽകി, സംസാരിക്കാൻ നൽകിയത് 1 അവയവം മാത്രമാണ്.
അതുകൊണ്ട് കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. കാഴ്ചയേക്കാൾ പ്രാധാന്യം കേൾവിക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹു കാഴ്ചയേക്കാൾ കേൾവിയെ ബന്ധിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അല്ലെ, മനുഷ്യ ശരീരത്തെ മാത്രം നമ്മൾ പഠിക്കണം. ആ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഏത് രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അല്ലെ, നമുക്ക് നിസാരമായിട്ടുള്ള നമ്മുടെ ഏറ്റവും ചെറിയ അവയവങ്ങളുടെ കൂട്ടത്തിലെ കണ്ണെന്ന് പറയുന്ന അവയവം, ഒരൊറ്റ കണ്ണിൽ മാത്രം പഠിച്ചാൽ മതി. അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകൂല. ഇന്ന് ആധുനിക ശാസ്ത്രം പറയാണ് 2 കോടിയിലധികം ഡിവൈസുകൾ ഈ കണ്ണിന്റെ ഉള്ളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, 2 കോടിയിലധികം ഡിവൈസുകൾ നമ്മുടെ കണ്ണിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട് കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്നാണ്. ഈ കണ്ണുണ്ടായത് കൊണ്ട് നമുക്ക് അതിന്റെ വില അറിയണില്ല. ഓരോ സമയത്തും നമ്മൾ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ക്ലീൻ ആകുന്നുണ്ട്. നമ്മുടെ കണ്ണ് മുഖത്തെ ഏറ്റവും അനുയോജ്യമായ ഭാഗത്താണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ മുഖത്ത് തന്നെ കുറച്ച് ഉള്ളിലേക്ക് കുനിഞ്ഞു നിൽക്കുന്ന രൂപത്തിലേക്കാണ് അള്ളാഹു കണ്ണിനെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് അവയവങ്ങൾ നൽകി. ഇല്ലേ, അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് എന്നുള്ളത് എന്ന ആധുനിക ശാസ്ത്രം പറയാണ് ഒരു ദിവസം 98,000 ലിറ്റർ മുതൽ 12,000 ലിറ്റർ വരെ ഒരു മനുഷ്യൻ ഒരു ദിവസം ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നത്. ഒരൊറ്റ മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നമ്മുടെ സഹോദരനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്കാനില് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോയി. അള്ളാഹു ആ സഹോദരന്റെ ഭാര്യയ്ക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ആ സഹോദരൻ മെസ്സേജ് അയച്ചു, ഭാര്യയ്ക്ക് കുറച്ച് പ്രയാസമാണ്, ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണം, പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കോഴിക്കോട് ഒന്ന് പെട്ടെന്ന് വരാൻ പറയണം, ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞിട്ട്. എത്ര പണം നൽകാനും ആ സഹോദരൻ തയ്യാറാണ്. ഓക്കെ, 5 ലിറ്റർ ബ്ലഡ് ഓരോ മിനിറ്റിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു സംവിധാനിക്കുന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും റബ്ബ് നമ്മളിൽ നിന്ന് വാങ്ങണില്ല. നമ്മളൊക്കെ എത്ര റബ്ബിനോട് നന്ദി കാണിക്കണം. നമ്മുടെ രക്തക്കുഴലുകളുണ്ട്, തലച്ചോറ് മുതൽ കാലിന്റെ ഭാഗം വരെ ഓരോ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യാൻ രക്തക്കുഴലുകളുണ്ട്. ഇന്ന് ശാസ്ത്രം പറയാണ് ഓരോ രക്തക്കുഴലുകൾ ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ നീട്ടി വെച്ചാൽ 96,650 കിലോമീറ്റർ നീളം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, 96,650. ഇവിടുന്ന് മക്കയിലേക്ക് കയറിപ്പോയ 1000 കിലോമീറ്റർ ഉള്ളൂ. അഥവാ 1,00,000 ഒരു 4,000 മാത്രമാണ് ബാക്കിയുള്ളത്. അത്രത്തോളം 96,650 കിലോമീറ്റർ ഉണ്ടാകും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കുഴലുകൾ. ഇല്ലെ, പല്ലിനെ കുറിച്ചിട്ട് ഇന്ന് ശാസ്ത്രം പറയാണ് ഒരു മനുഷ്യന് 4 തരം പല്ലുകളുണ്ട്. ഇങ്ങനെ എല്ലാവിധ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടും മനുഷ്യൻ നന്ദി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്നുള്ളതാണ്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ് വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ, മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും നന്ദി കാണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഇങ്ങനെയൊക്കെ നിയമത്തുകൾ റബ്ബ് നൽകിയിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ യൂനുസ് ബിൻ ഉബൈദില്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ജീവിത ക്ലേശങ്ങൾ ഇങ്ങനെ പറയാണ്, എനിക്ക് പ്രയാസമാണ്, റബ്ബിനെ പരിഗണിക്കണില്ല, എനിക്കൊന്നും ബുദ്ധിമുട്ടാണ്, ഞാൻ എന്ത് കച്ചവടം ചെയ്താലും തൊരയാണ്, എന്തിനും എനിക്കൊരു ബർക്കത്തില്ല, റബ്ബിനെ എന്നെ പരിഗണിക്കണില്ല. ഇങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പരാതിയായിക്കൊണ്ട് യൂനുസ് ബിൻ ഉബൈദില്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോ യൂനുസ് ബിൻ ഉബൈദില്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കാണ്, നിന്റെ കണ്ണ് അള്ളാഹു നിനക്ക് നൽകിയ കണ്ണില്ലേ, 1,00,000 ദിർഹം ഞാൻ നൽകിയാൽ നീ അതെനിക്ക് തരൂ? അദ്ദേഹം പറഞ്ഞു, കണ്ണിന് അതിനേക്കാൾ വില ഉണ്ട്, 1,00,000 ഞാൻ തരൂല, കാരണം അതിനേക്കാൾ വില ഉണ്ട് എന്റെ കണ്ണിന്. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിന്റെ കാത് 1,00,000 ദിർഹം നൽകിയാൽ നിന്റെ കാത് എനിക്ക് തരൂ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിന്റെ കയ്യ്, നിന്റെ കാല്, ഓരോ അവയവങ്ങളും ഇങ്ങനെ ചോദിച്ചു. അപ്പൊ മനുഷ്യൻ പറഞ്ഞില്ല, ഒരിക്കലും നൽകില്ല, അത് എത്ര ലക്ഷം കിട്ടിയാലും ഞാൻ അത് കൊടുക്കൂല. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ പറയാണ്, മനുഷ്യൻ നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നിനക്ക് നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും ലോകത്തെയും കാണാൻ 2 കണ്ണ് റബ്ബ് നിനക്ക് നൽകിയിട്ടുണ്ട്. അതില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്, അവരെക്കാൾ ധന്യനല്ലേ നീ? നിനക്ക് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ കുടുംബക്കാരും സംസാരിക്കണത് കേൾക്കാനുള്ള ചെവി നിനക്കുണ്ട്, കാത് നിനക്കുണ്ട്. അതില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. നീ ധന്യനല്ലേ, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. കൈയില്ലാത്ത കാലില്ലാത്ത ആളുകൾ,
അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്നും ലഭിച്ചില്ല, അള്ളാഹു എനിക്കൊന്നും നൽകിയില്ല എന്ന് നന്ദി കേട്ടിന്റെ വാക്ക് നീ പറയരുത്. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കാൻ, ഒരു മൺകൂനുണ്ട്. ആ ഭാഗത്ത് മനുഷ്യന്മാരാരുമില്ല. അപ്പൊ മൺകൂരന്റെ ഭാഗത്തെത്തിയപ്പോൾ, ഒരു മൺകൂരൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്, അതിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാണ്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ വിജനമായ ഭൂമിയാണ്, ഒരു മനുഷ്യനുമില്ല. അപ്പൊ ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദില്ല പറയാണ്, മൺകൂരന്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുവേ, നീ എനിക്ക് എത്രത്തോളം നിഅമത്തുകളാണ് റബ്ബേ നൽകിയിട്ടുള്ളത്, എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ നീ എനിക്ക് നൽകിയില്ലേ റബ്ബേ. ഇത്രത്തോളം നിഅമത്ത് നൽകിയിട്ടും റബ്ബേ എനിക്കതിന് തിരിച്ചു നന്ദി കാണിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന പ്രാർത്ഥനയാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല റഹ്മഹുല്ലാഹ് ഈ ഒരു സംസാരം, ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് കേൾക്കുന്നത്. അദ്ദേഹത്തിന് അത്ഭുതമായി, ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് റബ്ബ് എന്താണ് ഇത്രത്തോളം വലിയ നിഅമത്ത് നൽകിയിട്ടുള്ളത്, ഇത്രത്തോളം വലിയ അനുഗ്രഹം എന്താ റബ്ബ് കൊടുത്തത്. ആ മൺകൂരന്റെ മറുഭാഗത്തേക്ക് അദ്ദേഹം ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ, രണ്ട് കണ്ണില്ലാത്ത അന്ധനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് രണ്ട് കയ്യുമില്ല, രണ്ട് കാലുമില്ല. സുബ്ഹാനല്ലാഹ്, രണ്ട് കണ്ണില്ല, രണ്ട് കയ്യുമില്ല, രണ്ട് കാലുമില്ല. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാണ്, റബ്ബേ നീ എനിക്ക് എത്രത്തോളം നിഅമത്തുകൾ നൽകി, എനിക്ക് അതിന് തിരിച്ചു നന്ദി കാണിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദില്ല അദ്ദേഹത്തോട് ചോദിക്കാം, സഹോദര, സാധാരണ ഒരു മനുഷ്യന് ലഭിക്കുന്ന രണ്ട് കണ്ണ് അല്ലാഹ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല. സാധാരണ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന രൂപത്തിൽ രണ്ട് കയ്യോ രണ്ടോ കാലോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്ന നിഅമത്ത്? ഇതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് വൈഹക യാ റജുൽ, മനുഷ്യ നിനക്ക് നാശം. അറബി ഭാഷയിലെ ഒരു പ്രയോഗമാണ്, നിനക്ക് നാശം. എന്താണ്? ജഅലനി ലിസാനൻ ദാക്കിറൻ, അല്ലാഹു എനിക്ക് ദിക്ർ ചൊല്ലാൻ ഒരു നാവ് നൽകിയില്ലേ റബ്ബ്, എനിക്ക് ദിക്ർ ചൊല്ലാൻ ഒരു നാവ് നൽകിയില്ലേ. വഖൽബൻ ശാകിറൻ, അല്ലാഹുവിനെ നന്ദി കാണിക്കാൻ അല്ലെങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ ഒരു ഹൃദയം എനിക്ക് നൽകിയില്ലേ. വബദനൻ അലൽ ബലാഇ സ്വാബിറൻ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം ജീവിക്കാൻ ഒരു ശരീരം എനിക്ക് നൽകിയില്ലേ. ഇതെന്നെ മതി എന്നുള്ളതാണ്, ഇതൊക്കെ തന്നെ മതി എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ അബ്ദില്ല റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അത്ഭുതപ്പെടാണ് ഈ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടിട്ട്. നമുക്കൊക്കെ എന്തെല്ലാം നിഅമത്തുകൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയിട്ടും നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അത് നീങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലഭിച്ച അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കാൻ, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു 3-4 വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ പറയാണ്, അനുഗ്രഹദാതാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അഥവാ നമുക്ക് ഈ നിഅമത്തുകൾ നൽകിയ റബ്ബിനെ തിരിച്ചറിയുക. അല്ലാഹു പറയാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ ആയത്തിൽ, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലേ, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ എന്റെ ശിക്ഷ കഠിനമാണ്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹു ആദ്യം പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ റഹ്മത്താണ്. എന്നിട്ടാണ് അള്ളാഹു എന്ത് പറയണത്? അള്ളാഹുവിന്റെ അദാബ് പറയുന്നത്. അള്ളാഹുവിന്റെ അദാബ് പറയുന്നതിനേക്കാൾ മുമ്പ് അള്ള പറഞ്ഞ വിഷയം അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹ് മറന്ന് ജീവിച്ചാലോ, തോന്നിവാസിയായിക്കൊണ്ട് ജീവിച്ചാലോ എന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണതല്ല. അല്ലെ, മഹാനായ പൂർവികരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അപ്പൊ ഈ പണ്ഡിതൻ ഈ അടുത്തേക്ക് വന്ന വ്യക്തിയോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യർ അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓർക്കേണ്ട ഒരു വചനമുണ്ട്. അള്ളാന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജീവിതം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ലഭിച്ചിട്ടും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് സൂറത്ത് അൻആമിന്റെ 44-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാണ്, ഫലമ്മ നസൂ മാ ദുക്കിറൂ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, അഥവാ മനുഷ്യർക്ക് ഉത്ബോധനം ലഭിച്ചിട്ടും മനുഷ്യർ അത് വിസ്മരിച്ചപ്പോൾ, മനുഷ്യർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തദ്കീർ ലഭിച്ചിട്ടും മനുഷ്യന്മാർ അത് എന്ത് ചെയ്തു? വിസ്മരിച്ചു, തോന്നിവാസിയെ പോലെ ജീവിച്ചു. അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ മുമ്പിൽ എന്ത് ചെയ്യും? എല്ലാത്തിന്റെയും കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്.
ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും അവരുടെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. അഥവാ നന്ദികേട് കാണിച്ചാൽ അനുഗ്രഹങ്ങൾ തടയുമെന്നല്ല പറഞ്ഞത്. നന്ദികേട് കാണിച്ചാൽ അവർക്ക് മുന്നിൽ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കും. എന്നിട്ട് പിന്നെ അള്ളാഹു വീണ്ടും പറയാണ്, അങ്ങനെ അവരിങ്ങനെ ആ സുഖരോൽപതയിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യന്മാർ ഇസ്ലാമിക അധ്യാപനങ്ങൾ നിരസിച്ച് തോന്നിവാസിയെ പോലെ ജീവിച്ചാൽ, മൃഗത്തെ പോലും ലജ്ജിക്കുന്ന രൂപത്തിൽ മനുഷ്യന്മാര് മാറിയാല്, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട വിഷയം, എല്ലാത്തിന്റെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും. നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അള്ളാഹു കുഴപ്പമില്ലാത്ത രൂപത്തിൽ നല്ലൊരു വീട് എനിക്ക് നാട്ടിൽ നൽകിയിട്ടുണ്ട്, നമ്മൾ സമാധാനപ്പെടുന്ന വിഷയമാണ്. അതേപോലെ തന്നെ 2-3 ബിൽഡിംഗ് ഞാൻ നാട്ടിൽ വെച്ചിട്ടുണ്ട്, മക്കളൊക്കെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഞാൻ കെട്ടിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട്, ഇവിടെ എനിക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ റബ്ബിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ അനുഗ്രഹം ലഭിച്ചിട്ട് തോന്നിവാസിയെ പോലെ ജീവിക്കുന്നുണ്ടോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും റബ്ബ് നമുക്ക് ദുനിയാവ് വിശാലമാക്കി തരുന്നത്. അള്ളാഹുവാല നമുക്കറിയില്ല നമ്മുടെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ ശരിക്കും നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം, അള്ളാഹു എന്റെ മുമ്പിൽ ഈ ദുനിയാവ് വിശാലമാക്കി തരുന്നത് ഞാൻ റബ്ബിനോട് നന്ദി കാണിച്ചത് കൊണ്ടാണോ, അതല്ല നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ? നന്ദികേട് കാണിച്ചാലും ആ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു ദുനിയാവ് വിശാലമാക്കി കൊടുക്കും. അള്ളാഹു അത്തരം വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നന്ദികേട് കാണിച്ച ഒരു പട്ടണത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. നന്ദികേട് കാണിച്ച ഒരു പട്ടണത്തെ കുറിച്ച് അള്ളാഹു പറയണം. അള്ളാഹു ഒരു പട്ടണത്തെ അള്ളാഹു ഉപമിക്കാണ്. എന്താണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത? കാനത്ത് ആമിനതൻ മുത്മഇന്നതൻ, നല്ല സമാധാനവും സുരക്ഷിതവും ശാന്തിയൊക്കെ ഉള്ള നാടായിരുന്നു. എല്ലാവിധ ഹൈറും ബർക്കത്തും അവർക്ക് ഉണ്ടായിരുന്നു. 4 ഭാഗത്തു നിന്നും അവർക്ക് വേണ്ട എല്ലാ ഉപജീവനവും എല്ലാവിധ സമ്പത്തും അവർക്ക് ലഭിച്ചിരുന്നു. എങ്ങനെയുള്ള നാടാണ്? ശാന്തിയും സമാധാനമുള്ള നാടായിരുന്നു. 4 ഭാഗത്തു നിന്നും അവർക്ക് വേണ്ട ഉപജീവനം, അവർക്ക് വേണ്ട റിസ്ക് അള്ളാഹു നൽകിയിരുന്നു. ഇതെല്ലാം ലഭിച്ചപ്പോ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് അവർ നിഷേധിച്ചു. അവർ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, ഞാൻ അവരെ ഉടയാട ധരിപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹു അവരെ ഉടയാട ധരിപ്പിച്ചു. എങ്ങനെ? ഒരു വസ്ത്രമാണ്, ഭയത്തിന്റെയും വിശപ്പിന്റെയും ഉടയാട ഞാൻ അവരുടെ ശരീരത്തിൽ ധരിപ്പിച്ചു എന്നുള്ളതാണ്. ഉടയാടന്റെ പ്രത്യേകത എന്താണ്? ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴും അതുണ്ടാകും. ആ മനുഷ്യന്മാർ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോഴും അവർക്ക് പട്ടിണിയാണ്, അവർക്ക് പേടിയാണ്. അല്ലെ, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് നാടുകളുണ്ട്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ. സോഷ്യൽ മീഡിയയിൽ ആ ചില വീഡിയോകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മകന്റെ പ്രായമുള്ള കുട്ടിയാണ്, നമ്മുടെ മകളുടെ പ്രായമുള്ള കുട്ടിയാണ്. അല്ലാഹു അവർക്ക് ശക്തമായ പരീക്ഷണമാണ്. അല്ലാഹു അങ്ങനെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ക്ഷമയും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, ഫലസ്തീനിലും ഗസയിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ റമദാനിലെ 27-ാം രാവിന്റെ അന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ മക്കയിൽ ഹറമിൽ കൂടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഖിയാമുൽ ലൈലിന്റെ സമയത്ത് മഹാനായ സുദൈസി ഹഫിളുള്ളയാണ് പിന്നെ ഖിയാമുൽ ലൈലിൽ ഖുനൂത്തിന് ഇമാമ നിന്നത്. അങ്ങനെ അദ്ദേഹം ഖുനൂത്തിൽ ഏകദേശം ഒരു 25-30 മിനിറ്റോളം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. സൗദി അറേബ്യയിലുള്ളതും ലോകത്തുള്ളതും മുഴുവൻ വിഷയങ്ങളും അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം ആത്മാർത്ഥമായിക്കൊണ്ട് അന്ന് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, യമനിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സുഡാനിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ ഹറമിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് വരാനും ഒരു പ്രയാസമില്ല, ആ കൂട്ടത്തിൽ ഹിന്ദു എന്ന് പറയാൻ ഒരു പ്രയാസമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നാട് പോയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കണം, നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും തിരിച്ചു കൊടുക്കും. നന്ദി കെട്ട വർഗമായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ മിൻകും
ആമിനൻ ഫീ സിർബിഹി, ഒരാൾ രാവിലെ എണീക്കുന്ന സമയത്ത് അവന്റെ ഭവനത്തിൽ അവൻ നിർഭയനാണെങ്കിൽ, അഥവാ അടച്ചിട്ട വാതിലെ അക്രമികളായ ആളുകൾ തച്ചുടച്ച് വീട്ടിൽ കയറി വരുന്നില്ല എന്ന ഉറപ്പ് അവനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യമുള്ള ഒരു ശരീരം അവനുണ്ടെങ്കിൽ, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള വക അവന്റെ പക്കലുണ്ടെങ്കിൽ, എന്തൊക്കെയാണ്? ഒന്ന്, വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ, സുരക്ഷിത ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ പക്കലുണ്ടെങ്കിൽ, ദുനിയാവ് മുഴുവനും ലഭിച്ചവരെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടില് ഒരു അക്രമിയായ ഒരാള് കയറി വരില്ല എന്ന ഉറപ്പ് നമുക്കിപ്പോ ഉണ്ട്. നാടെന്താണ് നമുക്കറിയില്ല. അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ വലിയ രൂപത്തിലുള്ള രോഗങ്ങളൊന്നും നമ്മളെ പിടികൂടിയിട്ടില്ല. ഇന്ന് കഴിക്കാനുള്ള വക നമ്മുടെ ഒക്കെ വീട്ടിലുണ്ട്. ഇതുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവനും ലഭിച്ചവരെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഇതൊന്നും ലഭിക്കാത്ത ആളുകളുണ്ട്. വലിയ വലിയ സമ്പന്നന്മാരായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവരൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു കലാപം നടന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചിത്രമുണ്ട്. ഒരു മനുഷ്യൻ 4-5 ബിൽഡിംഗ് സ്വന്തമായി കൊണ്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതെല്ലാം തകർന്ന് അവസാനം അഭയാർത്ഥി ക്യാമ്പുകളിൽ, ആ അഭയാർത്ഥി ക്യാമ്പിൽ കൊടുക്കുന്ന റൊട്ടി കഷ്ണം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാൻ റബ്ബിനൊരു പ്രയാസമില്ല. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ജുമ നമസ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പർദ്ദട്ട സ്ത്രീ കൈ നീട്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തരുമെന്നുള്ളത്. ചെറിയ കുട്ടികൾ വന്ന് നമ്മുടെ കൈ മുമ്പിൽ ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്. ആ സ്ത്രീ ഇരിക്കുന്നതിന് പകരം നമ്മുടെ ഭാര്യ ഇരുത്താൻ റബ്ബിനൊരു പ്രയാസമില്ല. ആ മക്കളുടെ സ്ഥാനത്ത് നമ്മുടെ മക്കളെ കൊണ്ടുവന്നിരുത്താനും റബ്ബിന് പ്രയാസമില്ല. അതുകൊണ്ട് നന്ദി കെട്ട വിഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. റബ്ബിന് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറുക. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയാണ്, അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കുക. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക. മുആദേ, അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹുവാണ് സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. നമുക്ക് ഒരാളെ ഇഷ്ടമായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സഹോദരൻ ഇഷ്ടമായാൽ അയാളോട് പറയണം, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് പറയണം, റസൂലേ, ആ നടന്നു പോണ വ്യക്തിയില്ലേ, എനിക്ക് അയാളെ ഇഷ്ടമാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ മറുപടി, നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഇഷ്ടമാണ് എന്നുള്ളത്? ഇല്ല റസൂലേ, ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ നീ പോയി പറയണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ഭാഗ്യവാനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പറയണം, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കാണ്, എല്ലാ നമസ്കാരാനന്തരവും നീ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അല്ലാഹുവേ, നിന്നെ കുറിച്ച് ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് ഉത്തമമായ രൂപത്തിൽ ആരാധന കർമ്മങ്ങൾ ചെയ്യാനും റബ്ബേ എന്നെ സഹായിക്കണേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. ഈ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ നമസ്കാരാനന്തരവും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അതിങ്ങനെ എല്ലാ ഭക്തിയിലും ഒരാളിങ്ങനെ ഓർമ്മപ്പെടുത്തി തരുന്നതുമാണ്. അതൊരു യാന്ത്രികമായി കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഷയം പണ്ഡിതന്മാർ പറയാണ്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി സുജൂദുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിരുന്നു, അന്നഹു കാന ഇദാ ജാഅഹു അംറുൻ സുറൂറൻ ഔ ബുശ്റ ബിഹി ഖറ സാജിദൻ ശാകിറൻ ലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടാൽ, പ്രവാചകന് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായാൽ റസൂലുള്ളാഹിയും അപ്പോ ഒരു ശുക്ർ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സുജൂദിലേക്ക് വീഴുമായിരുന്നു. അവർ നന്ദി ലഭിക്കുമ്പോൾ, അല്ലാഹുവിന്റെ എന്തെങ്കിലും ഒരു നിഅമത്തുകൾ നമുക്ക് ലഭിക്കുമ്പോൾ സുജൂദ് അധികരിപ്പിക്കാൻ കഴിയണം.
ധാരാളമായി കൊണ്ട് സുജൂദ് അധികരിപ്പിക്കാൻ കഴിയണം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണ്. നാലാമത്തെ വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നാലാമത്തെ വിഷയമായിട്ട് പണ്ഡിതന്മാർ പറയാണ് ശുക്ർ കാണിക്കുക. ധാരാളമായിട്ട് ശുക്ർ ഉണ്ടാകണം. ശുക്ർ മറന്നു പോകാതിരിക്കുക. എല്ലാ മേഖലയിലും നന്ദി കാണിക്കുക. എല്ലാ മേഖലയിലും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാണ് ഖൈദു നിഅമല്ലാഹി ബിശുക്രില്ലാഹ്. അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ശുക്ർ കൊണ്ട് നിങ്ങൾ തടഞ്ഞു നിർത്തണം എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ശുക്ർ കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തുക എന്ന് രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായി കൊണ്ട് ശുക്ർ കാണിക്കുക. നന്ദി കെട്ട വിഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. നന്ദി കേട് കാണിച്ചാല് അള്ളാഹു നമ്മളെ കൈവിടും. പിന്നെ ദുനിയാവൊക്കെ വിശാലാകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടും സൗകര്യങ്ങളും എല്ലാ നിയമത്തുകളുണ്ടെങ്കിലും പരലോകത്ത് നമ്മൾ നഷ്ടക്കാരായിരിക്കും. അല്ലെ, ആദ്യത്തെ റസൂലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയായിരുന്നു. അല്ലെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ശാകിറൻ ലിഅൻഉമിഹി. അല്ലെ, ഇബ്രാഹിം നബി നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച ആളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബിബി പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ രാത്രി പ്രവാചകന്റെ കാലിൽ നീര് വരുമോളം റസൂൽ എണീറ്റ് നിസ്കരിച്ചു. ആയിഷ ബിബി ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ, അള്ളാഹുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടില്ലേ, എന്നിട്ട് എന്തിനാ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ളൊരു അടിമയാകണ്ടേ, ഞാൻ നന്ദിയുള്ളൊരു അടിമയാകണ്ടേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കാം ഈ ഒരു വിഷയം. നന്ദി ഉള്ളവർ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലെ, സൂറത്ത് ആദിയാത്തിൽ അള്ളാഹു ഒരു മൃഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്, കുതിരയെ. ആ കുതിര എന്ന് പറയുന്ന ജന്തു, വിദ്യാഭ്യാസം ഇല്ലാത്ത ആ ഒരു ജന്തു അതിന്റെ യജമാനന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യുദ്ധരണഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന കുതിര എന്ന് പറയുന്ന ഒരു ജന്തു ഉണ്ട്. അല്ലെ, അതിന്റെ യജമാനൻ ആ ഒരു കുതിരയ്ക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? കുറച്ച് വെള്ളം, കുറച്ച് പുല്ല്, അതിന്റെ ചെറിയ ഒരു ആല, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കേവലമുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആ കുതിര എന്ന് പറയുന്ന ജന്തു തന്റെ യജമാനനോട് നന്ദി കാണിക്കുമ്പോൾ അല്ലാഹു പറയണം, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനും എണ്ണി കണക്കാൻ കഴിയാത്ത രൂപത്തിൽ നിഅമത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.